കൂട്ടുകാരെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ജീവിതം പോകുന്നില്ല, പ്രണയം സക്സസ് ആകുന്നില്ല, ജോലി ശരിയാകുന്നില്ല, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്നു. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ എന്താകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യം 100% സക്സസ് ആകും, ഞാൻ വിജയിക്കും, ഇത് എന്നെക്കൊണ്ട് കഴിയും, എന്നെക്കൊണ്ടേ കഴിയത്തുള്ളൂ. അതേസമയം നെഗറ്റീവായിട്ട് എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് തോന്നുമ്പോൾ പഴയ കാലത്ത് അടിമകളുടെ കാര്യം നോക്കണം. ഞാനിത് ചെയ്തില്ലെങ്കിൽ എൻ്റെ മുതുകത്ത് ചാട്ടവാറടി വീഴും, പഴയ അടിമകളെ അടിച്ചുകൊണ്ടിരുന്ന പോലെ എന്നൊരു ഫീലിംഗ്. നമ്മളെ കൊണ്ട് എന്തും സാധിക്കും. ഒരു കഴിവില്ലായ്മയിൽ നിന്നാണ് കഴിവുള്ളവർ ജനിക്കുന്നത്. കഴിവുള്ളവരൊന്നും വലിയവരായിട്ട് നേടിയിട്ടൊന്നുമില്ല. കഴിവില്ലാത്തവരാണ് പലപ്പോഴും എന്തെങ്കിലും നേടിയിട്ടുള്ളത്, അവരുടെ കഴിവുകൾ തിരിച്ചറിയുമ്പോൾ. എൻ്റെ കാര്യത്തിലല്ല, മിക്കവരുടെ കാര്യത്തിലും ഇത് തന്നെ പ്രശ്നം. എൻ്റെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടുന്നുമുണ്ട്. അത് എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. ദൈവം ഒന്ന് തീരുമാനിച്ചു, ഞാൻ നടപ്പിലാക്കുന്നു. അതും പറഞ്ഞ് 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. വർഷത്തിലൊന്ന് പോകും അമ്മേനെ കാണാൻ അടക്കിയിരിക്കുന്ന സ്ഥലത്ത്. പക്ഷേ ദൈവത്തെ നിന്ദിച്ചുള്ള ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. കാരണം എൻ്റെ പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്നു, ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ എന്നെക്കൊണ്ട് ഇത് നടക്കും, എന്നെക്കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ച് ഞാൻ ജീവിക്കുന്നു. അതേപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുമെന്ന് ചിന്തിച്ച് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ കഴിയത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. നമുക്ക് ദൈവം പല കഴിവുകൾ തന്നിട്ടുണ്ട്. അപ്പം ദൈവത്തിന് മാത്രമല്ല ഭൂമിയിലുള്ളത് ചെകുത്താനുമുണ്ട്. നെഗറ്റീവ് ഫീലിങ്സും പോസിറ്റീവും, അതും കൂടിച്ചേരാതെ നിൽക്കുന്ന കുറച്ച് അലസവാദങ്ങളും. അതല്ലേ പ്രകൃതിയുടെ നിയമം. അപ്പം നമ്മൾ അലസവാദങ്ങളും ആകരുത്, പ്രകൃതിയുടെ വിരുദ്ധനുമാകരുത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നമ്മളെക്കൊണ്ടെല്ലാം കഴിയും, എന്നെക്കൊണ്ട് ഇതേ കഴിയത്തുള്ളൂ, എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നുള്ള ചിന്തയില്ലാതെ മുമ്പോട്ട് പോകുക. കാരണം ഒരു പ്രണയമായാലും ജോലിയായാലും വിദ്യാഭ്യാസമായാലും എന്തായാലും എന്നെക്കൊണ്ട് ഇത് കഴിയത്തുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും. എപ്പോഴും പോസിറ്റീവ് എനർജിയോടെ കഴിയുക, പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക, ഒന്നിനെയും ഭയപ്പെടാതെ. ഇത് എന്നെക്കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കുന്നിടത്ത് അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് ചിന്തിച്ചാൽ കഴിയത്തുമില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരേ കാര്യം മാത്രം, എന്നെക്കൊണ്ട് കഴിയാത്തത് ഈ ഭൂമിയിലൊന്നുമില്ല, എല്ലാത്തിനും എന്നെക്കൊണ്ട് കഴിയും. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് അതിനുള്ള ശക്തി എനിക്ക് തന്നിട്ടുണ്ട്. ഇല്ല, ദൈവവിശ്വാസിയല്ലേ എന്നെപ്പോലെ ചിലക്ക് ചെകുത്താൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. എനിക്ക് ചിലപ്പോൾ ഏറ്റവും വലിയ ഡൗട്ട് തോന്നും, ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എഴുതാൻ കുറേ വർഷങ്ങളെടുത്തു, പക്ഷേ ചെകുത്താൻ്റെ ഗ്രന്ഥങ്ങൾ എടുക്കാനേത്താ ഒറ്റ രാത്രി എടുത്തുള്ളൂ. അപ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കും, എന്നെ സൃഷ്ടിച്ചത്, നമ്മൾ ആരാധിക്കുന്നത് ശരിക്കും ചെകുത്താനെയാണോ അതോ ദൈവത്തെയാണോ എന്ന്. അത് എൻ്റെ ഒരു കയ്യിൽപ്പാട്ടാണ്. അതേപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുക. കാരണം ദൈവത്തെ ഒത്തിരി വിശ്വസിക്കുമ്പം പരീക്ഷണങ്ങൾ കൊന്നുപോലെ തരും. അത് കാര്യത്തിലെടുക്കരുത്. അല്ലെങ്കിൽ എന്നെ പോലെ പള്ളിയിലൊന്നും പോകാതെ 5 നേരം നിസ്കരിക്കാതെ നടന്നെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കാരണം എന്നെ മരിച്ചു ചെല്ലുമ്പോൾ ദൈവം പറഞ്ഞു വെക്കും, നീ എനിക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും തന്നു, ഭൂമിയിലെ എല്ലാ സന്തോഷങ്ങളും നിന്നെ അറിയിച്ചു. എന്നിട്ട് നീ സന്യാസിയായിട്ട് പോയാലും തെമ്മാടിയായിട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല. മോനെ, നീ മരിച്ചു കഴിയുമ്പോൾ നിൻ്റെ ഒരു ആത്മാവ് എൻ്റെ അടുത്ത് വരും, അപ്പോൾ നിന്നെ വെച്ചോളാം എന്നായിരിക്കും ദൈവം എന്നെ പറ്റി ഇപ്പം വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാ കുഴപ്പം? ദൈവത്തെ നിന്ദിക്കാതെ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കുകയില്ല. ഒരു ദിവസം നമ്മൾ ചവിട്ടി 10 ഉറുമ്പിനെങ്കിലും നമ്മൾ കൊന്നിരിക്കും. മിണ്ടാപ്രാണിയല്ലേ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരേ ഒരു കാര്യങ്ങൾ, ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ വിഷയങ്ങൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് എനർജിയായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് എനർജിയായിട്ട് മാത്രം ചിന്തിക്കുക. നമ്മളെക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ല, നമ്മളെക്കൊണ്ടെല്ലാം കഴിയും എന്നുള്ള ചിന്ത മാത്രം മതി. കാരണം ഞാൻ ജനിച്ചത് ഒറ്റക്കാണ്, ഞാൻ മരിക്കുമ്പോഴും ഒറ്റക്കേ മരിക്കത്തുള്ളൂ, ഒറ്റക്കേ പോകത്തുള്ളൂ. 10 മാസം അല്ലെങ്കിൽ 9 മാസം അമ്മയുടെ വയറ്റിൽ കിടന്നതും ഒറ്റക്കാണ്. ഞാൻ ജനിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച അമ്മയുണ്ട്. ഭൂമിയിൽ ജനിക്കുമ്പോഴും ജനിച്ച് വളർന്നപ്പോഴും വളർന്ന് വലുതായപ്പോഴും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. മരണം വരെ, എത്ര വയസ്സ് വരെ ജീവിക്കുന്നു എന്നതിനല്ല, ജീവിക്കുന്ന ഒരു സെക്കൻഡ് നമ്മൾ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക.
അതായത് ഒരു ചെടിയൊക്കെ നടുക, സന്തോഷമായിട്ട് ജീവിക്കുക, ലഹരിയുടെ പുറകെ പോകാതിരിക്കുക. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ